ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഹീറ്റ് എൻജിൻസിനെ പറ്റിയാണ്. നമ്മുടെ BME എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 4th മോഡ്യൂളിൽ ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് IC എൻജിൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്, ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ വീഡിയോ നമ്മൾ പറയുന്നത്. ഈ IC എൻജിൻസ് എന്ന് പറയുന്ന ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ് ഹീറ്റ് എൻജിൻസ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഹീറ്റ് എൻജിൻസ് എന്താണെന്ന് നോക്കാം. ഹീറ്റ് എൻജിൻ എന്ന് പറഞ്ഞാൽ ആൻ എൻജിൻ വിച്ച് കൺവേർട്സ് തെർമൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി, അത്രയേ ഉള്ളൂ. തെർമൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എൻജിനെയാണ് ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു ഫ്യൂവലിലുള്ള കെമിക്കൽ എനർജിയെ ആദ്യം തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ തെർമൽ എനർജിയെയാണ് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത്. എ ഹീറ്റ് എൻജിൻ ട്രാൻസ്ഫോംസ് ദി കെമിക്കൽ എനർജി ഓഫ് എ ഫ്യൂവൽ ഇൻറ്റു തെർമൽ എനർജി ആൻഡ് ദിസ് തെർമൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഇതിനെയാണ് ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീറ്റ് എൻജിൻസ് ബേസിക്കലി രണ്ട് ടൈപ്പ് ഉണ്ട്: എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻസും ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസും. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻസിനെ EC എൻജിൻസ് എന്ന് പറയും, ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസിനെ IC എൻജിൻസ് എന്നും പറയും. ഈ IC എൻജിൻസ് ആണ് ഇപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. കൂടുതലെന്നല്ല, മുഴുവൻ ഓൾമോസ്റ്റ് 100% യൂസ് ചെയ്യുന്ന ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻസ് ഇപ്പോൾ അത് യൂസ് ചെയ്യാറേ ഇല്ല, അത് പഴയ ടെക്നോളജിയാണ്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ കണ്ടു, ഈ ഹീറ്റ് എൻജിൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഫ്യൂവലിലുള്ള കെമിക്കൽ എനർജിയെ തെർമൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ തെർമൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻസ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി രണ്ട് പാർട്ട് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തേത് കമ്പസ്റ്റിന് വേണ്ടിയുള്ളതും പിന്നെ രണ്ടാമത്തത് പവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും. അങ്ങനെ രണ്ട് പാർട്ട് അല്ലെങ്കിൽ രണ്ട് ഡിവൈസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എൻജിൻസ്. ഈ എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എന്ന് പറയാൻ കാര്യം, അതിൻ്റെ കമ്പസ്റ്റിൻ പ്രോസസ്സ് നടക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ഡിവൈസിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ രണ്ട് പാർട്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഈ എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എൻജിൻസിൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻജിൻ കാണും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കമ്പസ്റ്റിൻ നടക്കുന്നത് വേറൊരു ഡിവൈസിലായിരിക്കും. വേറൊരു ഡിവൈസ് ഉപയോഗിച്ച് കമ്പസ്റ്റിൻ പ്രോസസ്സ് നടത്തി ആ എനർജിയെ ഈ എൻജിനിലോട്ട് കൊണ്ടുവന്നിട്ട് എന്നിട്ടായിരിക്കും മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം രണ്ട് ഡിവൈസ് ഉണ്ടെന്ന് പറയാം ഈ എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എൻജിനിൽ. അതായത് പറഞ്ഞു ഇപ്പോൾ എന്താ, ഈ കെമിക്കൽ എനർജി, ഫ്യൂവലുള്ള കെമിക്കൽ എനർജി തെർമൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് മറ്റൊരു ഡിവൈസ് കാണും. എന്നിട്ട് ആ ഡിവൈസിൽ നിന്ന് ആ തെർമൽ എനർജിയെ ഈ എക്സ്റ്റേണൽ കമ്പസ്റ്റിൻ എൻജിനിലോട്ട് എത്തിച്ചിട്ട് എന്നിട്ടായിരിക്കും ഈ തെർമൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സെക്ഷനായിട്ടായിരിക്കും എനർജി കൺവേർഷൻ ഇവിടെ നടക്കുന്നത്. ഈ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻസിന് എക്സാമ്പിൾസ് ആണ് സ്റ്റീം എൻജിൻ. ഈ സ്റ്റീം എൻജിൻ നിങ്ങൾ കേട്ട് കാണും. പണ്ട് കാലത്ത് തുടക്കത്തിൽ ഈ ഓട്ടോമൊബൈലൊക്കെ ഉപയോഗിച്ചിരുന്ന സ്റ്റീം എൻജിനാണ്, എല്ലാ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡിവൈസാണ് സ്റ്റീം എൻജിൻ എന്ന് പറയുന്നത്. ഈ സ്റ്റീം എൻജിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിന് ഒരുപാട് കമ്പോണൻസ് ആണ്, ഒരുപാട് എക്യുപ്മെൻറ്റ്സ് കാണും. സ്റ്റീം എൻജിൻ എന്ന് പറയുന്ന ആ ഡിവൈസ് മാത്രമല്ല, അതിൻ്റെ കൂടെ വേറെയും കമ്പോണൻസ് ഒരുപാട് കാണും. അതിൽ മെയിൻ ആയിട്ടുള്ള കമ്പോണൻ്റാണ് ബോയിലർ എന്ന് പറയുന്നത്. ഈ ബോയിലറിലാണ് ഈ വെള്ളത്തിനെ ചൂടാക്കി ബോയിൽ ചെയ്ത് അതിനെ സ്റ്റീം ആക്കുന്നത്, നീരാവിയാക്കുന്ന. അപ്പം ഈ വാട്ടറിനെ ബോയിൽ ചെയ്ത് നീരാവി ആക്കുന്നത് ബോയിലർ എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ചാണ്. എന്നിട്ട് ആ നീരാവിയെ പ്രൊഡ്യൂസ് ചെയ്തിട്ട്, ആ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സ്റ്റീമിനെയാണ് പിന്നെ ഈ സ്റ്റീം എൻജിനിലോട്ട് കൊണ്ടുവന്നിട്ട് മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതായത് ഫ്യൂവലിൽ നിന്ന് ഫ്യൂവലിലെ കെമിക്കൽ എനർജി തെർമൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന വേറൊരു ഡിവൈസിലായിരിക്കും. അതിൽ നിന്ന് ആ തെർമൽ എനർജി ഈ എൻജിനിലോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെയായിരിക്കും മെക്കാനിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയായിരുന്നു സ്റ്റീം എൻജിൻ്റെ വർക്കിംഗ്. സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേറൊരു ഡിവൈസ്, ബോയിലർ എന്ന് പറയുന്ന ഡിവൈസിലാണ് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ സ്റ്റീമിനെ പിന്നെ ഈ സ്റ്റീം എൻജിനിലോട്ട് കൊണ്ട് വന്നിട്ടാണ് മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻ എന്ന് പറയുന്നത്. കമ്പസ്റ്റൻ പ്രോസസ്സ് എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഡിവൈസിലായിരിക്കും നടക്കുന്നത്. അപ്പം അങ്ങനത്തെ ഡിവൈസിനെ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എൻജിൻസ് എന്ന് പറയും. ഇതിൻ്റെ പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. കാരണം രണ്ട് സെക്ഷനൊക്കെ ആയിട്ടാണ് എനർജി കൺവേർഷൻ നടക്കുന്നത്. മാത്രമല്ല ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് എനർജിയെ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് എഫിഷ്യൻസിയൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ കമ്പോണൻസിൻ്റെ എണ്ണം കൂടും. ഇവിടെ സ്റ്റീം എൻജിൻ തന്നെ, സ്റ്റീം എൻജിൻ മാത്രമായിട്ട് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല, ബോയിലറിൻ്റെ കൂടെയും വേറെ കുറേ അക്സസറീസും കമ്പോണൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നമുക്കത് ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പോണൻസിൻ്റെ എണ്ണം കൂടും, അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടും, കോസ്റ്റ് കൂടും. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് സ്റ്റീം എൻജിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഴയ ടെക്നോളജിയാണെന്ന് പറയാം. അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് പുതിയ ടെക്നോളജിയായ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ് ഉണ്ടായത്. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ് എന്ന് പറഞ്ഞാൽ
കമ്പസിങ് പ്രോസസ്സ് ആ എഞ്ചിൻ്റെ അകത്ത് തന്നെയായിരിക്കും നടക്കുന്നത്. വേറെ പുറത്തൊന്നും ആയിരിക്കത്തില്ല, വേറെ ഡിവൈസിലൊന്നും ആയിരിക്കത്തില്ല. എഞ്ചിൻ്റെ അകത്ത് തന്നെയായിരിക്കും കമ്പസിങ് പ്രോസസ്സ് നടക്കുന്നത്. അതായത് ഫ്യൂവലിലെ കെമിക്കൽ എനർജിയെ തെർമൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതും ആ തെർമൽ എനർജി മെക്കാനിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതും എല്ലാം ഒരൊറ്റ എഞ്ചിൻ്റെ അകത്ത് വെച്ച് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇൻറ്റേർണൽ കമ്പസിൻ എഞ്ചിൻ എന്ന് പറയുന്നത്. കമ്പസിങ് പ്രോസസ്സ് എഞ്ചിൻ്റെ അകത്ത് തന്നെയായിരിക്കും നടക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഓട്ടോമൊബൈൽ എഞ്ചിൻസിലൊക്കെ ഉപയോഗിക്കുന്നത്. ഓട്ടോമൊബൈലിലായിരുന്നാലും നമ്മുടെ കാറ്, ലോറി, ബൈക്ക്, അങ്ങനത്തെ ഓട്ടോമൊബൈലായിരുന്നാലും ഈവൻ ഷിപ്പായിരുന്നാലും പ്ലെയിൻ ആയിരുന്നാലും അങ്ങനത്തെ ഏത് ഡിവൈസ് ആയിരുന്നാലും അങ്ങനത്തെ ഏത് വെഹിക്കിൾ ആയിരുന്നാലും ഓട്ടോമൊബൈൽ ആയിരുന്നാലും അതിലെല്ലാം യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ കമ്പസിൻ എഞ്ചിൻസ് ആണ്, IC എഞ്ചിൻസ് ആണ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ കമ്പസിൻ എഞ്ചിൻസ് ആക്ച്വലി നമുക്ക് പഠിക്കാനേ ഇല്ല, സിലബസിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഇതിപ്പോൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി അല്ല എക്സ്റ്റേണൽ കമ്പസിൻ എഞ്ചിൻസ്. സ്റ്റീം എഞ്ചിൻസ് ഒക്കെ ഇപ്പോൾ മ്യൂസിയത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ എവിടത്തും ഇല്ല. അപ്പോൾ ഈ എക്സ്റ്റേണൽ കമ്പസിൻ എഞ്ചിൻസിനെ പറ്റി നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, സിലബസിലും ഇല്ല. പക്ഷേ ഇൻറ്റേർണൽ കമ്പസിൻ എഞ്ചിൻസിനെ പറ്റിയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഞ്ചിൻസും പല ഫ്യൂവൽസ് ഉപയോഗിച്ചുള്ള എഞ്ചിൻസും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വർക്കിംഗ് എല്ലാം പഠിക്കും, ഫിഗറൊക്കെ വരച്ച്. അപ്പോൾ ഈ IC എഞ്ചിൻസിനെ പറ്റിയാണ് നമുക്ക് ഈ മോഡ്യൂളിൽ ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഇൻറ്റേർണൽ കമ്പസിൻ എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എഞ്ചിൻസ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ആൻ എഞ്ചിൻ വിച്ച് കൺവേഴ്സ് തെർമൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി എന്ന് നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഹീറ്റ് എഞ്ചിൻസും ഇൻറ്റേർണൽ കമ്പസിൻ എഞ്ചിൻസും. ഈ ഇൻറ്റേർണൽ കമ്പസിൻ എഞ്ചിൻസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് IC എഞ്ചിൻസ്. ഇത് ചിലപ്പോൾ 3-4 മാർക്കിന് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചെന്നിരിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് IC എഞ്ചിൻസ് എന്നോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IC എഞ്ചിൻസ് എന്നോ അതൊക്കെ എക്സാമിന് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കാം 3-4 മാർക്കിന്. ആയിട്ടൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഒരുപാട് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കുറച്ച് ക്ലാസിഫിക്കേഷനാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതെല്ലാം ഓരോന്നും കാണാതെ പഠിച്ച് വയ്ക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് ഓരോന്ന് പറയുമ്പം അതിൻ്റെ എന്താണ് സംഭവം എന്നും കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ, അല്ല വലിയ വലിയ കാര്യങ്ങളൊന്നും ഈ വീഡിയോ പഠിക്കാനില്ല. ഈ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിലുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ടൈപ്സ് ഓഫ് IC എഞ്ചിൻസ്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഇഗ്നീഷൻ സിസ്റ്റം. ഇഗ്നീഷൻ സിസ്റ്റത്തിനെ ബേസ് ചെയ്താണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ അകത്ത് സ്പാർക്ക് ഇഗ്നീഷനും കംപ്രഷൻ ഇഗ്നീഷനും ഉണ്ട്. ഈ 2 ടൈപ്പ് ഉണ്ട്. ഈ സ്പാർക്ക് ഇഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പെട്രോൾ എഞ്ചിൻസിനെയാണ് സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻസ് എന്ന് പറയുന്നത്. കംപ്രഷൻ ഇഗ്നീഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഡീസൽ എഞ്ചിൻസിനെയാണ് കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ സ്പാർക്ക് ഇഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പാർക്ക് കൊടുത്തായിരിക്കും ഫ്യൂവലിനെ ബേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ചെറിയൊരു സ്പാർക്ക്, വളരെ ഹൈ വോൾട്ടിലുള്ള സ്പാർക്ക് കൊടുത്തായിരിക്കും ഫ്യൂവലിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നത്. പെട്രോൾ എഞ്ചിൻസിൽ അങ്ങനെയാണ് ഫ്യൂവലിനെ കത്തിക്കുന്നത്. ആ പെട്രോളിനെ ബേൺ ചെയ്യുന്ന സ്പാർക്ക് ഉപയോഗിച്ചാണ്. അതിൽ സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ഉണ്ട്. നിങ്ങൾ കേട്ട് കാണും സ്പാർക്ക് പ്ലഗ് എന്നുള്ളത് വണ്ടിയിലൊക്കെ. അത് സാധാരണ പെട്രോൾ എഞ്ചിൻസിൽ മാത്രമാണ് ഈ സ്പാർക്ക് പ്ലഗ് ഉള്ളത്. പെട്രോൾ എഞ്ചിൻസിൽ ഈ പെട്രോൾ ബേൺ ചെയ്യുന്ന സ്പാർക്ക് കൊടുത്താണ്. അപ്പോൾ അതിനുവേണ്ടി സ്പാർക്ക് കൊടുത്താണ് ഇഗ്നീഷൻ നടക്കുന്നത് എങ്കിൽ അതിനെ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻസ് എന്ന് പറയും. അത് പെട്രോൾ എഞ്ചിൻസിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഡീസൽ എഞ്ചിന് സ്പാർക്ക് പ്ലഗ് ഇല്ല. ഡീസൽ എഞ്ചിനിൽ സ്പാർക്ക് ഒന്നും കൊടുത്തല്ല ഡീസലിനെ ബേൺ ചെയ്യിക്കുന്ന. ഡീസൽ എഞ്ചിനിൽ സംഭവിക്കുന്ന വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ അവിടെ കംപ്രഷൻ ഇഗ്നീഷനാണ് നടക്കുന്നത്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ കംപ്രസ് ചെയ്യും. എയറിനെ വളരെ ഹൈ പ്രഷറിലോട്ട് കംപ്രസ് ചെയ്യും. എങ്ങനെയാണ് കംപ്രസ് ചെയ്യുന്നതൊക്കെ നമ്മൾ വർക്കിംഗ് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വളരെ ഹൈ പ്രഷറിലോട്ട് കംപ്രസ് ചെയ്യുമ്പോഴേക്കും ഫ്രഷ് എയറിനെ വളരെ ഹൈ പ്രഷറിലോട്ട് കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷറും ഇൻക്രീസ് ആവും. അതിൻ്റെ കൂടെ തന്നെ ടെമ്പറേച്ചറും വളരെ ഹൈ ആവും. ഒരു എയറിനെ വളരെ ഹൈ പ്രഷറിലോട്ട് കംപ്രസ് ചെയ്യുമ്പം പ്രഷറും ഇൻക്രീസ് ആവും, ടെമ്പറേച്ചറും വളരെ ഹൈ ആവും. അപ്പോൾ ഈ വളരെ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ എയറിലോട്ട് ഡീസലിനെ ഇഞ്ചക്ട് ചെയ്യും. അല്ലെങ്കിൽ ഡീസലിനെ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട്, വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് സ്പ്രേ ചെയ്യും. അങ്ങനെ വളരെ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് ഡീസലിനെ സ്പ്രേ ചെയ്യുമ്പോൾ ഈ വളരെ ഹോട്ടായിട്ടിരിക്കുന്ന കംപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന എയറിലോട്ടാണ് ഡീസലിനെ സ്പാർക്ക് ചെയ്യുന്നത്. ഡീസലിനെ ഇഞ്ചക്ട് ചെയ്യുന്ന, അതായത് സ്പ്രേ ചെയ്യുന്ന ഡീസലിനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഡീസൽ പെട്ടെന്ന് കത്തിപ്പിടിക്കും. ഓട്ടോ ഇഗ്നീഷൻ നടക്കും. അതായത് വേറെ പ്രത്യേകം സ്പാർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ഹൈ ടെമ്പറേച്ചറുള്ള എയറിലോട്ടാണ് ഈ ഡീസലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ആ ഹൈ ടെമ്പറേച്ചർ മൂലം ഡീസൽ സ്വയം ഇഗ്നൈറ്റ് ആവും, അതായത് ഓട്ടോ ഇഗ്നൈറ്റ് ആവും. അങ്ങനെ കംപ്രസ് ചെയ്ത് അതിനെ ഡീസലിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് സാധാരണ ഡീസൽ എഞ്ചിൻസിനെയാണ് അങ്ങനെ പറയുന്നത്, കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻസ് എന്ന്. അപ്പോൾ ഇതാണ്
ബേസ്ഡ് ഓൺ ഇഗ്നീഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിനും കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിനും. സാധാരണ പെട്രോൾ എഞ്ചിൻസിനെയാണ് സ്പാർക്ക് ഇഗ്നീഷൻ അല്ലെങ്കിൽ SI എഞ്ചിൻസ് എന്ന് പറയും. അത് സാധാരണ പെട്രോൾ എഞ്ചിൻസിനെയാണ് ഈ സ്പാർക്ക് ഇഗ്നീഷൻ അല്ലെങ്കിൽ SI എഞ്ചിൻസ് എന്ന് പറയുന്നത്. ഡീസൽ എഞ്ചിൻസിനെ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻസ് എന്ന് പറയും, അതായത് CI എഞ്ചിൻസ്. അതിൽ കംപ്രസ് ചെയ്താണ് ഇഗ്നൈറ്റ് ചെയ്യുന്നത്. ഡീസലിനെ വളരെ ഹൈ ടെമ്പറേച്ചറുള്ള എയറിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും, വളരെ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഹൈ ടെമ്പറേച്ചർ കാരണം ഓട്ടോ ഇഗ്നീഷൻ നടക്കും, സ്വയം ആ ഡീസൽ കത്തിപ്പിടിക്കും, ബേൺ ആവും. അപ്പോൾ അതുകൊണ്ട് അതിനെ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറയും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സിമ്പിളാണ്, ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് ഫ്യൂൽ യൂസ്ഡ്. പെട്രോൾ ഉപയോഗിച്ചാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ പെട്രോൾ എഞ്ചിൻ എന്ന് പറയും. ഡീസൽ ഉപയോഗിച്ചാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഡീസൽ എഞ്ചിൻ എന്ന് പറയും. കെറോസിൻ ഉപയോഗിച്ചാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ കെറോസിൻ എഞ്ചിൻ എന്നും പറയും. ഈ കെറോസിൻ എഞ്ചിൻസ് ആണ് നമ്മുടെ ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. യമഹയുടെ എഞ്ചിനൊക്കെ കണ്ടു കാണുമല്ലോ, ഈ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കെറോസിൻ എഞ്ചിനാണ്. മണ്ണെണ്ണ ഉപയോഗിച്ചാണ് ആ എഞ്ചിനൊക്കെ വർക്ക് ചെയ്യുന്നത്, യമഹയുടെ എഞ്ചിനൊക്കെ. അപ്പോൾ അതിനെ കെറോസിൻ എഞ്ചിൻ എന്ന് പറയും. അപ്പം എന്ത് ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ബേസ്ഡ് ഓൺ വർക്കിംഗ് സൈക്കിൾ, ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയട്ടല്ലോ, പെട്രോൾ എഞ്ചിൻ സാധാരണ ഓട്ടോ സൈക്കിളിൻ്റെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ഈ ഓട്ടോ സൈക്കിൾ എഞ്ചിൻ എന്ന് പറയാം, അല്ലെങ്കിൽ വർക്കിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് ഓട്ടോ സൈക്കിളാണ്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന ഡീസൽ സൈക്കിൾ ബേസ് ചെയ്താണ്. അപ്പം ഏത് സൈക്കിളാണോ ഉപയോഗിക്കുന്നത് ആ സൈക്കിൾ ബേസ് ചെയ്ത് നമുക്ക് എഞ്ചിനെ ക്ലാസിഫൈ ചെയ്യാം. ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ മാത്രമല്ല, വേറെയും ഒരുപാട് സൈക്കിൾസ് ഉണ്ട്. ആ സൈക്കിൾസൊക്കെ ഉപയോഗിച്ചുള്ള എഞ്ചിൻസും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് സിലബസിൽ പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും ഒരു പോയിന്റ് കൂടെ നമ്മൾ ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും പഠിച്ചപ്പം വിട്ടുപോയി. ഈ ഓട്ടോ സൈക്കിളിനെ കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്ന് സാധാരണ പറയാറുണ്ട്. കാരണം ഓട്ടോ സൈക്കിളിൽ 2 കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോ സൈക്കിളിനെ കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്ന് പറയും. ഡീസൽ സൈക്കിളിനെ കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിൾ എന്ന് പറയും. കാരണം അതിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡീസൽ സൈക്കിളിനെ കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിൾ എന്നും സാധാരണ പറയാറുണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിളും കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിളും. അപ്പോൾ ഡീസൽ സൈക്കിളിൽ മാത്രമേ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിൾ എന്നും സാധാരണ പറയാറുണ്ട്. ഇനി അടുത്തത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് സ്ട്രോക്സ് പെർ സൈക്കിൾ, അതായത് ഒരു സൈക്കിൾ എത്ര സ്ട്രോക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇപ്പം നമ്മുടെ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഓട്ടോ സൈക്കിൾ വെച്ചാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ആ ഓട്ടോ സൈക്കിൾ 4 സ്ട്രോക്ക് കൊണ്ടാണ് കംപ്ലീറ്റ് ആവുന്നത് എങ്കിൽ അതിനെ 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയും. 2 സൈക്കിൾ കൊണ്ട് ഓട്ടോ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നുവെങ്കിൽ അതിനെ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയും. അതുപോലെ തന്നെ ഡീസൽ സൈക്കിളിൻ്റെ കേസ് ആയിരുന്നാലും ഡീസൽ എഞ്ചിൻസിൻ്റെ വർക്കിംഗ്, ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത് 4 സ്ട്രോക്ക് കൊണ്ട് കംപ്ലീറ്റ് ആവുക, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നുവെങ്കിൽ അതിനെ 4 സ്ട്രോക്ക് എഞ്ചിൻസ് എന്ന് പറയും. 2 സൈക്കിൾ കൊണ്ട് തന്നെ ഡീസൽ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നുവെങ്കിൽ അതിനെ 2 സ്ട്രോക്ക് എഞ്ചിൻസ് എന്ന് പറയും. ഈ സ്ട്രോക്ക് എന്താണെന്ന് പറഞ്ഞാൽ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ടുള്ള പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലോട്ടുള്ള മൂവ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലോട്ടുള്ള മൂവ്മെൻ്റ് ആവാം. ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ടുള്ള പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇപ്പം പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് മൂവ് ചെയ്ത് തിരിച്ച് മുകളിലോട്ട് മൂവ് ചെയ്യുന്നെങ്കിൽ 2 സ്ട്രോക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഈ 2 സ്ട്രോക്ക് കൊണ്ട് തന്നെ ഓട്ടോ സൈക്കിൾ അല്ലെങ്കിൽ ഡീസൽ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നുവെങ്കിൽ അതിന് 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയും. 4 സ്ട്രോക്ക് കൊണ്ടാണ് ഓട്ടോ സൈക്കിൾ അല്ലെങ്കിൽ ഡീസൽ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നതെങ്കിൽ അതിന് 4 സ്ട്രോക്ക് എഞ്ചിൻസ് എന്ന് പറയും. അപ്പം ബേസ്ഡ് ഓൺ സ്ട്രോക്ക് പെർ സൈക്കിൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ, സ്റ്റേഷനറി എഞ്ചിൻസും മൊബൈൽ എഞ്ചിൻസും. സ്റ്റേഷനറി എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഒരു പ്ലേസിൽ ഫിക്സ്ഡ് ആയിരിക്കും, തറയിലോ വല്ലതും ഫിക്സ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ബിൽഡിങ്ങിലോ റൂമിലോ ഫിക്സ്ഡ് ആയിരിക്കും. അങ്ങനത്തെ എഞ്ചിൻസിനെ സ്റ്റേഷനറി എഞ്ചിൻസ് എന്ന് പറയും. അതല്ല മൂവിങ് ആണ് എങ്കിൽ അതിന് മൊബൈൽ എഞ്ചിൻസ് എന്ന് പറയും. മൊബൈൽ എഞ്ചിൻസ് എന്ന കാറ്റഗറിക്കകത്താണ് നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിൻസ് എല്ലാം വരുന്നത്. കാറും ബൈക്കായിരുന്നാലും ഷിപ്പായിരുന്നാലും പ്ലെയിൻ ആയിരുന്നാലും അതെല്ലാം മൊബൈൽ എഞ്ചിൻസ് ആണ്. കാരണം അതൊരു പ്ലേസിൽ ഫിക്സ്ഡ് അല്ലല്ലോ, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ എഞ്ചിൻസ് എന്ന് പറയും. ഒരു റൂമിൽ വല്ലതും ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന എഞ്ചിനാണെങ്കിൽ സ്റ്റേഷനറി എഞ്ചിൻസ് എന്ന് പറയും. ഈ സ്റ്റേഷനറി എഞ്ചിൻസ് ഈ ഇൻഡസ്ട്രീസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ മൊബൈൽ എഞ്ചിൻസ് ഓട്ടോമൊബൈൽസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ. അടുത്തത് ബേസ്ഡ് ഓൺ സ്പീഡ് ഓഫ് ദി എഞ്ചിൻ. എഞ്ചിൻ്റെ RPM ബേസ് ചെയ്ത്, RPM എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻസ് പെർ മിനിറ്റ്,
ഒരു മിനിറ്റിൽ എത്ര റൊട്ടേഷൻസ് നടക്കുന്നു. അതിൻ്റെ അകത്തുള്ള പിസ്റ്റൺ ഇങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ സിലിണ്ടറിൻ്റെ അകത്ത് കിടന്ന് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ റെസിപ്രിക്കേഷൻ മോഷനെ റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്താണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പം പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റീവ് മോഷനെ റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ആ റോട്ടറി മോഷൻ്റെ സ്പീഡാണ് ഈ RPM എന്ന് പറയുന്നത്, റൊട്ടേഷൻസ് പെർ മിനിറ്റ്. അത് സാധാരണ ലോ സ്പീഡ്, മീഡിയം സ്പീഡ്, ഹൈ സ്പീഡ് എന്നീ കാറ്റഗറിയിലുണ്ട്. ലെസ് ദാൻ 350 ആണെങ്കിൽ ലോ സ്പീഡ് എഞ്ചിൻസ് എന്ന് പറയും. 350 to 1000 RPM ആണെങ്കിൽ മീഡിയം സ്പീഡ് എഞ്ചിൻസ് എന്ന് പറയും. എബോവ് 1000 RPM ആണെങ്കിൽ ഹൈ സ്പീഡ് എഞ്ചിൻസ് എന്ന് പറയും. നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിൻസൊക്കെ ഹൈ സ്പീഡ് എഞ്ചിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബൈക്കൊക്കെ ന്യൂട്രലിൽ തന്നെ വെറുതെ ആക്സിലറേഷൻ ഒന്നും കൊടുക്കാതെ വെച്ചിരുന്നാൽ തന്നെ എബോവ് 1000 RPM ആ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ന്യൂട്രലിൽ തന്നെ ആക്സിലറേഷൻ ഒന്നും കൊടുക്കാതെ വെറുതെ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ബൈക്കിൻ്റെ RPM പോലും എബോവ് 1000 RPM ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഓട്ടോമൊബൈൽ എഞ്ചിൻസൊക്കെ ഹൈ സ്പീഡ് എഞ്ചിൻസ് എന്ന് പറയാം. ഇനി അടുത്ത കാറ്റഗറിയാണ് നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്. എഞ്ചിൻ ബ്ലോക്കിൽ എത്ര സിലിണ്ടർ ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതിന് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉള്ളൂ, സിംഗിൾ സിലിണ്ടർ എഞ്ചിൻസും മൾട്ടി സിലിണ്ടർ എഞ്ചിൻസും. ഒരു സിലിണ്ടറേ ആ എഞ്ചിനുള്ളൂ എങ്കിൽ അതിനെ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻസ് എന്ന് പറയും. നമ്മുടെ ബൈക്കിലൊക്കെ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻസ് ആണ്, കാരണം ബൈക്കിൽ ഒറ്റ സിലിണ്ടറേ ഉള്ളൂ. അവിടെ ചെറിയ എഞ്ചിനാണല്ലോ, 100cc അല്ലെങ്കിൽ 150cc ഒക്കെ ആണെങ്കിൽ ഒരു സിലിണ്ടറേ കാണത്തുള്ളൂ. അതിനെ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻസ് എന്ന് പറയും. അതേസമയം നമ്മുടെ കാറ് അല്ലെങ്കിൽ ലോറി, ബസ് ഒക്കെ ആണെങ്കിൽ അത് മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ് എന്ന് പറയും. കാരണം അതിൽ ഒന്നിൽ കൂടുതൽ സിലിണ്ടേഴ്സ് ആ എഞ്ചിനിൽ കാണും. ഇപ്പോൾ കാറിലാണെങ്കിൽ 4 സിലിണ്ടറൊക്കെ ഉണ്ടാവും, ബസ് ലോറിയൊക്കെ ആണെങ്കിൽ 6 സിലിണ്ടർ അല്ലെങ്കിൽ 8 സിലിണ്ടറൊക്കെ ഉണ്ടാവും. കാരണം വളരെ CC കൂടുതലായിരിക്കും. കാറിൻ്റെ CC ആണെങ്കിൽ 800cc, 1000cc, 1200cc ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അത് 4 സിലിണ്ടറൊക്കെ ആയിരിക്കും ആ കാറിലുള്ളത്. ബസ്സാണെങ്കിൽ 6000cc ഒക്കെ ആയിരിക്കും. അതൊക്കെ ആകുമ്പം 6 സിലിണ്ടർ അല്ലെങ്കിൽ 8 സിലിണ്ടറൊക്കെ ആയിരിക്കും ആ എഞ്ചിനിലുള്ളത്. അപ്പം എഞ്ചിൻ്റെ കപ്പാസിറ്റി കൂടുന്തോറും മേ ബി സിലിണ്ടറിൻ്റെ എണ്ണവും കൂടുമെന്ന് വരാം. അപ്പോൾ ഇതാണ് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻസും മൾട്ടി സിലിണ്ടർ എഞ്ചിൻസും. പിന്നെ ഒന്ന് ബേസ്ഡ് ഓൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്. ആ സിലിണ്ടറിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് അല്ലെങ്കിൽ അലൈൻമെൻറ്റ് എങ്ങനെയാണെന്ന് ബേസ് ചെയ്ത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇപ്പം എഞ്ചിൻ്റെ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ആക്സിസ് വെർട്ടിക്കലി ആണെങ്കിൽ അതിന് വെർട്ടിക്കൽ എഞ്ചിൻ എന്ന് പറയാം. എഞ്ചിൻ സിലിണ്ടറിൻ്റെ ആക്സിസ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ അതിനെ ഹൊറിസോണ്ടൽ എഞ്ചിൻ എന്നും പറയാം. അതേസമയം V ഷേപ്പിലാണ് സിലിണ്ടർ ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റ് V ഷേപ്പിലാണെങ്കിൽ അതിനെ V എഞ്ചിൻ എന്ന് പറയാം. ഇത് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻസ് ഇങ്ങനെ ഇരിക്കത്തില്ല, മൾട്ടി സിലിണ്ടർ ഈവൻ നമ്പറിലുള്ള മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ് ആണ് ഈ V ഷേപ്പിൽ അലൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫോട്ടോ അതാ നോക്കിക്കോളൂ. ഇതാണ് V എഞ്ചിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഈ ഷേപ്പിൽ ഇതിപ്പോൾ 2 സിലിണ്ടർ ഉണ്ട്, ഇതൊരു സിലിണ്ടർ, ഇത് 2 സിലിണ്ടർ, ഈ മൊത്തത്തിലാണ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതൊരു സിലിണ്ടർ ഉണ്ട്, ഇത് 2 സിലിണ്ടർ ഉണ്ട്. അങ്ങനെ ഈ V ഷേപ്പിൽ ഇരിക്കുന്നെങ്കിലാണ് അങ്ങനെ V എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് മൾട്ടി സിലിണ്ടർ എഞ്ചിനാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ 4 സിലിണ്ടർ ഉണ്ട്, 1 2 3 4 സിലിണ്ടർ ഉണ്ട്. അതിങ്ങനെ V ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം 8 സിലിണ്ടർ ഉണ്ടെന്ന് പറയാം, 1 2 3 4, ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 സിലിണ്ടർ ഉണ്ട്. അതിങ്ങനെ V ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ V എഞ്ചിൻ എന്ന് പറയാം. ഇവിടെ ഇപ്പോൾ നോക്കുക, സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ്റെയും മൾട്ടി സിലിണ്ടർ എഞ്ചിൻസിൻ്റെയും കുറച്ച് ഫോട്ടോസും ആനിമേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ അകത്ത് ഒരു സിലിണ്ടറേ കാണത്തുള്ളൂ. മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സിലിണ്ടേഴ്സ് ആ ഒറ്റ എഞ്ചിനിലായിട്ട് കാണും. ഇവിടെ ഇപ്പം 4 സിലിണ്ടേഴ്സ് ഉണ്ടെന്ന് പറയാം. 4 സിലിണ്ടേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്. ഓരോന്നും ഓരോ സ്ട്രോക്കിലാണ്. അത് നമ്മൾ വർക്കിംഗ് പഠിക്കപ്പോഴേക്കും നമുക്ക് മനസ്സിലാവാം. ഇവിടെ മൂവ്മെൻ്റ് എല്ലാം ഉണ്ട്. ഇത് ക്യാമാണ്, ഈ വാൾവിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ക്യാമാണ് ഇതായി കാണുന്നത്. ഇത് പിസ്റ്റണ്, ഇത് കണക്റ്റിംഗ് റോഡ്, ഇത് ക്രാങ്ക് ഷാഫ്റ്റ്. ഈ വയലറ്റ് കളറിലിരിക്കുന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ഈ പേരൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഇത് പിസ്റ്റണ്, ഇത് കണക്റ്റിംഗ് റോഡ്, കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇതിൽ 4 സിലിണ്ടർ ഉണ്ടെന്ന് പറയാം. ഈ കാണുന്ന എഞ്ചിൻ ബ്ലോക്കിൽ 6 സിലിണ്ടർ ഉണ്ടെന്ന് പറയാം. 1 2 3 4 5 6. അപ്പോൾ ഇങ്ങനത്തെ ഒന്നിൽ കൂടുതൽ സിലിണ്ടർ ഉണ്ടെങ്കിൽ അതിനെ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയാം. സിംഗിൾ സിലിണ്ടർ ഒറ്റ സിലിണ്ടറേ ഉള്ളൂ എങ്കിൽ അതിനെ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ എന്നും പറയാം. അപ്പോൾ ഇതാണ് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻസും മൾട്ടി സിലിണ്ടർ എഞ്ചിൻസും. പിന്നെ V അലൈൻമെൻറ്റിലുള്ള എഞ്ചിന്, V എഞ്ചിന്. അപ്പോൾ ഇതാണ് ബേസ്ഡ് ഓൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്. ഇനി അടുത്ത ബേസ്ഡ് ഓൺ കൂളിംഗ് സിസ്റ്റം. എഞ്ചിനിൻ്റെ തണുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജി, എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എയർ കൂൾഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കൂളിംഗ് സിസ്റ്റം ഒന്നും ഉണ്ടാകത്തില്ല. വണ്ടി ഓടുമ്പോൾ എതിരെ അടിക്കുന്ന കാറ്റ് മൂലം എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നു. അതാണ് എയർ കൂൾഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. ഇത് സാധാരണ ബൈക്കിലൊക്കെ, നോർമൽ സിംഗിൾ സിലിണ്ടർ എഞ്ചിനുള്ള ബൈക്സിലൊക്കെ ഈ എയർ കൂൾഡ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് എഞ്ചിൻ തണുപ്പിക്കാനായിട്ട് സ്പെഷ്യൽ മെത്തേഡൊന്നും ഉണ്ടായിരിക്കത്തില്ല. ജസ്റ്റ് വണ്ടി മൂവ് ചെയ്യുന്നതനുസരിച്ച് എതിരെ വരുന്ന കാറ്റ്, വിൻഡ് ആ ടെമ്പറേച്ചറിനെ റിമൂവ് ചെയ്യും. അപ്പോൾ അതാണ് എയർ കൂൾഡ് എഞ്ചിൻ എന്ന് പറഞ്ഞത്.
അതേസമയം വെള്ളം ഉപയോഗിച്ച് എഞ്ചിനെ തണുപ്പിക്കാനുള്ള ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നുവെങ്കിൽ അതിനെ വാട്ടർ കൂൾഡ് എഞ്ചിൻ എന്ന് പറയും. ഈ വാട്ടർ കൂൾഡ് എഞ്ചിൻ പണ്ട് കാലത്താണ് ഉപയോഗിച്ചിരുന്നത്. പണ്ട് കാറിലും ബസ്സിലും ഒക്കെ റേഡിയേറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അത് വെള്ളമാണ്, വാട്ടറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഇടയ്ക്കിടയ്ക്ക് രാവിലെ എണീറ്റ് റേഡിയേറ്ററിൽ വെള്ളം നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. വെള്ളം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ വഴി വെച്ച് വണ്ടി ഓഫായി പോകുന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വാട്ടർ കൂൾഡ് എഞ്ചിനായിരുന്നു. കാരണം അതിൽ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെള്ളമായിരുന്നു. റേഡിയേറ്ററിൽ വെള്ളം വേണമെന്നൊക്കെ പറയാറുണ്ടല്ലോ, അത് പണ്ട് കാലത്തുള്ള ടെക്നോളജിയാണ്. ഇപ്പം വെള്ളമല്ല യൂസ് ചെയ്യുന്നത് റേഡിയേറ്ററിനകത്ത്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഓയിലാണ്. ഓയിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്ത് കൊടുക്കണം, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അത് തന്നെ റീസർക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ ഡിസിപ്പേറ്റ് ചെയ്തോളും. അതാണ് ഓയിൽ കൂൾഡ് എഞ്ചിൻ. അതിന് കുറച്ചും കൂടെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. വാട്ടർ കൂൾഡ് എഞ്ചിനെക്കാളും കുറച്ചും കൂടെ എഫിഷ്യൻസി കൂടുതലായിരിക്കും ഓയിൽ കൂൾഡ് എഞ്ചിൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഓയിൽ അങ്ങനെ പെട്ടെന്ന് തീരത്തില്ല, ലോസായി പോവുകയില്ല. മാത്രമല്ല ഓയിലിൻ്റെ ലെവൽ എത്രയാണെന്നൊക്കെ നമുക്ക് ഇലക്ട്രോണിക്കലി അറിയാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതാണ് ഓയിൽ ഉപയോഗിച്ചാണ് എഞ്ചിനെ തണുപ്പിക്കുന്നതെങ്കിൽ ഓയിൽ കൂൾഡ് എഞ്ചിൻ എന്ന് പറയാം. വില കൂടിയ ബൈക്സ് ഒക്കെ ആണെങ്കിൽ അത് ഓയിൽ കൂൾഡ് എഞ്ചിൻസ് ആണ്. പിന്നെ എല്ലാ കാറും ലോറിയും എല്ലാം അതെല്ലാം ഓയിൽ കൂൾഡ് എഞ്ചിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം വാട്ടർ കൂൾഡ് എഞ്ചിൻസ് ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ പറയാം. വെള്ളം ഒഴിച്ചല്ല, റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചല്ല ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ഓടുന്നത്. അപ്പം ഇതൊക്കെയാണ് കൂളിംഗ് സിസ്റ്റം ബേസ്ഡ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷൻ. എയർ കൂൾഡ്, വാട്ടർ കൂൾഡ്, ഓയിൽ കൂൾഡ്. ഇതിൽ എയർ കൂൾഡും ഓയിൽ കൂൾഡുമാണ് ഇപ്പം യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഞ്ചിൻസ്. ഇന്ത്യയും ക്ലാസിഫിക്കേഷൻ വേറെയുണ്ട്. ഞാൻ വായിച്ച മനസ്സിലാവുന്ന ഇതിലുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമേ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഓർമ്മ വരുന്നത് നിങ്ങൾ എഴുതുക. ഇതിൽ മിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് കാണാതെ പഠിക്കാതെ തന്നെ ഓർമ്മ വരും എന്ന് വേണമെങ്കിൽ കരുതാം. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഞ്ചിൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ IC എഞ്ചിൻസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൻ്റെ അകത്ത് പഠിക്കാനുള്ള മെയിനായിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മേ ബി മിക്കവരും എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ മേ ബി 3-4 മാർക്സിനായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും മെയിൻലി പഠിക്കാനുള്ളത് ഇത്രയും ടോപ്പിക്സ് ആണ് ഈ IC എഞ്ചിൻസ് എന്ന് പറയുന്ന ഇതിൽ ആദ്യത്തെ സെക്ഷനായിട്ട് പഠിക്കാനുള്ളത്. ആദ്യത്തെ സെക്ഷനായിട്ട് ഈ മോഡ്യൂൾ പഠിക്കാനുള്ളതാണ് ഇത്രയും. ആദ്യത്തെ സെക്ഷൻ മാത്രമല്ല, ഇനി വേറെ സെക്ഷൻസ് ഉണ്ട്. എന്നാലും ആദ്യത്തെ സെക്ഷനായിട്ട് നമുക്ക് ഇത്രയും സംഭവങ്ങളാണ് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് പെട്രോൾ എഞ്ചിൻ, 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് പഠിക്കണം. അതുപോലെ തന്നെ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് പഠിക്കണം. അതുപോലെ തന്നെ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെയും 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻസിൻ്റെയും വർക്കിംഗ് പഠിക്കണം. ഇതെല്ലാം 10 മാർക്സിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നിനോരോ ഫിഗറും ഉണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ പഠിക്കണം. അപ്പോൾ പെട്രോൾ എഞ്ചിൻ്റെയും ഡീസൽ എഞ്ചിൻ്റെയും 2 സ്ട്രോക്ക് എഞ്ചിൻസ്, 4 സ്ട്രോക്ക് എഞ്ചിൻസും ഇത് രണ്ടും നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് പഠിക്കണം, ജനറൽ ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ്റെയും വർക്കിംഗ് പഠിക്കണം. ഇതും എക്സാമിന് 10 മാർക്സിന് ചോദിക്കും. ഇതിൽ ഓരോന്നിനും സെപ്പറേറ്റ് ഫിഗറാണ് ഉപയോഗിക്കേണ്ടത്, പഠിക്കേണ്ടത്. അപ്പം പെട്രോൾ എഞ്ചിൻ്റെ, ഡീസൽ എഞ്ചിൻ്റെ ജനറൽ ആയിട്ടുള്ള വർക്കിംഗ് പഠിക്കണം. പിന്നെ ഉള്ളത് ഈ 4 സ്ട്രോക്കും 2 സ്ട്രോക്ക് എഞ്ചിൻസും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻസും ഡീസൽ എഞ്ചിൻസും തമ്മിലുള്ള ഡിഫറൻസ്. ഇതും ഒരുപാട് പോയിന്റ്സ് ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഇതും മേ ബി എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. സാധാരണ ഇത് രണ്ടും ചോദിക്കാനായിട്ട് 3-4 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും സാധാരണ ഇത് രണ്ടും ചോദിക്കാറുള്ള ഈ ഡിഫറൻസ്. 4 സ്ട്രോക്കും 2 സ്ട്രോക്കും തമ്മിലുള്ള ഡിഫറൻസും പെട്രോൾ എഞ്ചിൻസും ഡീസൽ എഞ്ചിൻസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് കാണുമ്പം നിങ്ങൾ വിചാരിക്കും ഒരുപാട് പഠിക്കാനുണ്ട്, ഓരോന്നും എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. നമുക്കിതിൽ ആക്ച്വലി പഠിക്കേണ്ടത് ഈ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിങ്ങും പഠിക്കണം, 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിങ്ങും പഠിക്കണം. ഇതാണ് ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത്. ഈ 2 ടോപ്പിക്ക് മാത്രമേ നമുക്ക് ആക്ച്വലി കാര്യമായിട്ട് പഠിക്കാനുള്ളൂ. 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിങ്ങും 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിങ്ങും. നമ്മളിപ്പോൾ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് പഠിച്ചാൽ അതിന് ചെറിയൊരു മാറ്റമേ ഉള്ളൂ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. വളരെ ചെറിയ മാറ്റമേ ഉള്ളൂ. 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ പഠിച്ചാൽ മതി, അതിൽ നിന്ന് 1-2 സെൻറ്റൻസ് മാറ്റിയാൽ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് ആവും. അതുപോലെ തന്നെ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ പഠിച്ചാൽ മതി, അതിൽ നിന്ന് 1-2 സെൻറ്റൻസ് മാറ്റിയാൽ മതി, 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് ആവും. എല്ലാത്തിനും ഒരേ ഫിഗർ തന്നെയാണ്. 4 സ്ട്രോക്ക് എഞ്ചിൻസിൻ്റെ വർക്കിങ്ങിനും സെയിം ഫിഗർ തന്നെയാണ് പഠിക്കാനുള്ളത്. 2 സ്ട്രോക്ക് എഞ്ചിൻസിൻ്റെയും ഫിഗർ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. പെട്രോൾ എഞ്ചിനായാലും ഡീസൽ എഞ്ചിനായിരുന്നാലും 1-2 കമ്പോണൻസിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫിഗർ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ പഠിക്കേണ്ടത് 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ ഏതെങ്കിലും ഒന്ന്, പെട്രോൾ എഞ്ചിനോ ഡീസൽ എഞ്ചിനോ, 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് പഠിക്കണം. അതുപോലെ തന്നെ 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് പഠിക്കണം. ഈ 2 വർക്കിംഗ് പഠിച്ചാൽ മതി. ഈ 4 നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ നോക്കും. ഈ പഠിച്ച
എഞ്ചിൻ്റെ വർക്കിംഗ്, പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ്, 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് പഠിച്ചാൽ മതി. ആ സെയിം വർക്കിംഗ് തന്നെയാണ് വർക്കിംഗ് ഓഫ് പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതേണ്ടത്. പക്ഷേ എഴുതുമ്പം ഉപയോഗിക്കേണ്ട ഫിഗർ മാത്രമേ മാറ്റുള്ളൂ. ഇതിൽ ഉപയോഗിച്ച ഫിഗർ ആയിരിക്കത്തില്ല ഈ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് ചോദിക്കുമ്പോൾ വരയ്ക്കേണ്ടത്. ഇവിടെ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കേണ്ടത് PV ആൻഡ് TS ഡയഗ്രാമാണ്. ഓട്ടോ സൈക്കിളിൻ്റെ PV ആൻഡ് TS ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ എഴുതാനുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഈ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ വർക്കിംഗ് ഓഫ് ഡീസൽ എഞ്ചിനും ചോദിച്ചാൽ എഴുതേണ്ടത് ഈ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ എഴുതേണ്ടത്. പക്ഷേ ഉപയോഗിക്കേണ്ട ഫിഗർ എന്ന് പറയുന്നത് ഡീസൽ സൈക്കിളിൻ്റെ PV ആൻഡ് TS ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും പുതിയതായിട്ട് പഠിക്കാനൊന്നുമില്ല. ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിനും കൂടെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ 4 സ്ട്രോക്കിൻ്റെ വർക്കിങ്ങും 2 സ്ട്രോക്കിൻ്റെ വർക്കിങ്ങും പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിൻ്റെ ഡിഫറൻസും പഠിക്കും. എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ പോലും അത്രത്തോളം എഴുതാനുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ അപ്പം മനസ്സിലാവും. 2 സ്ട്രോക്കിൻ്റെയും 4 സ്ട്രോക്കിൻ്റെയും വർക്കിംഗ് പഠിക്കുമ്പോൾ തന്നെ അത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് പ്രത്യേകിച്ച് പുതിയതായിട്ട് പോയിന്റ്സ് ഒന്നും പഠിക്കേണ്ടതായിട്ടില്ല. വർക്കിങ്ങിൽ നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയത് അത് മാത്രം മതി. ഈ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് സ്വയം എഴുതാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിനെ ഡീസൽ എഞ്ചിനെ വർക്കിംഗ് പഠിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ പുതിയതായിട്ടുള്ള പോയിന്റ്സ് ഈ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ പഠിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്രോൾ എഞ്ചിനെ ഡീസൽ എഞ്ചിനെ വർക്കിംഗ് പഠിക്കുമ്പോൾ തന്നെ ആ തമ്മിലുള്ള ഡിഫറൻസും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. അപ്പം ആ പോയിന്റ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇത്രയും എസ്ഐ ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിലും നിങ്ങൾ ആക്ച്വലി പഠിക്കേണ്ടത് ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിങ്ങും ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിങ്ങും മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ സെക്ഷനായിട്ട് നമ്മുടെ IC എഞ്ചിൻസ് എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ബാക്കി നമുക്ക് ഈ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി വരുന്ന 2, 3, 4 വീഡിയോസിലായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ വീഡിയോസിൽ പഠിക്കാം. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.